ഇന്ന് ഡോക്ടർമാരെ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അനുമോദിക്കുന്ന ദിവസമാണ്. ഡോക്ടർമാർ മറ്റുള്ളവരെ പോലെയല്ല. എവിടെ പോയാലും അവർക്ക് ഡോക്ടറുടെ ചുമതല നിർവഹിക്കാനുണ്ടാവും. ഈ സദസ്സിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സുഖമില്ലാതാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കർത്തവ്യം നിർവഹിക്കാനുണ്ട്. അത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചുമതല മാത്രം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാലും മനുഷ്യനെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും സ്വന്തം ആളുകൾക്ക് എന്തെങ്കിലും വരുമ്പോഴാണ്. പക്ഷേ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് സ്വന്തം ആളുകളെയല്ല. അവർക്ക് ആരായാലും ആ ജീവനോട് പ്രതിബദ്ധതയുണ്ട്. ഒരു ഡോക്ടർ അങ്ങനെയാണ്. ജീവിച്ചിരിക്കുന്നവരെ അവർക്ക് അവരടുത്തുള്ള രോഗി അവർക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. നമ്മളങ്ങനെയല്ല. നമ്മളൊക്കെ അവരവരുടെ കുടുംബത്തിൽ ഒരു മാത്രം വിഷമിക്കുന്ന ആളുകളാണ്. ഡോക്ടർമാരങ്ങനെയല്ല. ചൈനയിലൊരു പറച്ചിലുണ്ട്, ഡോക്ടർമാരെവിടെയുണ്ട് നല്ല ഡോക്ടർമാർ, അവിടെ രോഗമുണ്ടാവില്ല, ആശുപത്രികൾ കുറയും. കാരണം നല്ല ഡോക്ടർമാരുള്ള സ്ഥലത്ത് നല്ല ചികിത്സയുണ്ടാവും. ആരോഗ്യമെന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല. ആരോഗ്യമെന്ന് പറയുന്നത് സമ്പൂർണമായും രോഗവിമുക്തൻ മാത്രമല്ല, അവൻ ആരോഗ്യവാനായിരിക്കണമെന്നുള്ളതാണ്. ഡോക്ടർമാരെ പറ്റി ധാരാളം പറയാനുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബൗദ്ധന്മാർ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് രോഗത്തെക്കുറിച്ചാണ്. ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ആദ്യം ശസ്ത്രക്രിയ ആരംഭിച്ചത് ഇന്ത്യയിലാണ്. പിന്നീടാണ് യൂറോപ്പിലേക്കൊക്കെ പോയത്. 10-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന തകർച്ച യൂറോപ്പിന് സഹായമായി, അമേരിക്കക്ക് സഹായമായി. അതല്ല നമ്മൾ തുടർന്നിരുന്നെങ്കിൽ, ബുദ്ധനെക്കുറിച്ച് പറയും, ബുദ്ധൻ രോഗികളെ ചികിത്സിച്ച ആളായിരുന്നു ബുദ്ധൻ. അത് തുടർന്നിരുന്നെങ്കിൽ യജുർവേദത്തിൽ പറയേണ്ട അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുഴുവൻ പറയുന്നില്ല. നമ്മളെവിടെയായിരുന്നു എന്ന് ലോകത്തിൻ്റെ മുന്നിൽ അതൊക്കെ മനസ്സിലാക്കി ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. അത് കൽപ്പറ്റയിൽ ഞങ്ങൾ വയനാട്ടുകാരെ പറ്റി സാധാരണ പറയാറുണ്ട്. ഇവിടെ ഡോക്ടർമാരാരും വരില്ല. വയനാട്ടുകാരങ്ങനെയൊക്കെയാണ് അത്രേ. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് വേണം, സ്ഥലമൊക്കെ ഉണ്ട്. ഈ സമ്മേളനം ഇവിടെ വെച്ചത് വഴി വയനാട്ടിലെ ഈ കൽപ്പറ്റ എന്ന് പറയുന്ന പ്രദേശവും വയനാടും ഇന്ന് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. അതിന് ഞാൻ കേരള പീപ്പിൾസ് ടിവിയോടും ബ്രിട്ടാസിനോടും ചെയർമാൻ മമ്മൂട്ടി സാറിനൊക്കെ നന്ദിയുള്ളവനാണ്. 1-2 വാക്കുകൾ മമ്മൂട്ടിയെപ്പറ്റി പറയാൻ. പത്മശ്രീ മമ്മൂട്ടി. എനിക്ക് അഭിനയമൊന്നും അറിയില്ല, പക്ഷേ ഇദ്ദേഹം വെറും അഭിനേതാവ് മാത്രമല്ല. ഞാൻ പല വേദികളും പങ്കിട്ടിട്ടുണ്ട്. ധാരാളം വായിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. ആഴത്തിൽ വായിക്കും, അതിനെക്കുറിച്ച് പറയും, ആധികാരികമായി സംസാരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സാധാരണ സിനിമാ നടന്മാർ വായിക്കും വായിക്കില്ല എന്നൊക്കെ സിനിമയിൽ പറയുന്നല്ലാതെ നേരിട്ട് കണ്ടാൽ അങ്ങനെയൊന്നും നമുക്ക് ബോധ്യം വരില്ല. പക്ഷേ ഇദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് നടൻ്റെ, ഒരു ആഴത്തിൽ പഠിച്ച അറിവുള്ള ഒരു മഹാമനുഷ്യൻ്റെ മുഖം നമുക്ക്. അതെൻ്റെ സ്വന്തം അനുഭവത്തിൽ വെച്ചുകൊണ്ട് പറയാണ്.